ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇന്ന് ഞാനൊരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. ഇതാണ് ലിംസിയുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ്. ഇത് 500 mg ആട്ടോ. നമ്മളിത് കൂടുതലായിട്ട് കേട്ടേക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിനല്ല, ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നു എന്നാണ്. ഈ ടാബ്ലറ്റ് നമ്മുടെ മുടി, സ്കിൻ, അതേപോലെ നമ്മുടെ അസ്ഥികൾക്ക് ബലം തരാൻ, നഖം, പിന്നെ ബലഹീനത, പിന്നെ അതുപോലെ തന്നെ ചർമ്മത്തിലൊക്കെ ഉണ്ടാകുന്ന ചുവന്ന പാടുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ കുറയ്ക്കാനും ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടിയിട്ട് ഈ അണുബാധയൊക്കെയാണ് വൈറസിനോട് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും. അതായത് നമുക്ക് ഈ അലർജി, ജലദോഷം, പനി, ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വൈറസുകൾ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു ടാബ്ലറ്റാണ്. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കൂട്ടിയിട്ട് പോഷനാശമൊക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ മൂത്രത്തിലെ pH ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അറിയാമോ? വയറുവേദന, ഓക്കാനം, തലകറക്കം, അതുപോലെ തന്നെ പുറത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തയച്ച് വേദന തുടങ്ങിയ അസുഖങ്ങളൊക്കെ വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ട് എന്ന് നമ്മളെ കാണിക്കുന്നതാണ്. വൈറ്റമിൻ സി ഇപ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പോൾ നെല്ലിക്ക, അങ്ങനെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് കഴിക്കുന്നവർക്ക് വൈറ്റമിൻ സി അതല്ലാതെ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കാമോ ചോദിച്ചാൽ കഴിക്കാം. അതായത് നിങ്ങൾ റെഗുലറായിട്ട് കഴിച്ചുകൊണ്ട് വരുന്നൊരു ഫുഡ് ഒഴിവാക്കണമെന്നില്ല. അതായത് അല്ലെങ്കിൽ ആ വൈറ്റമിൻ സി കിട്ടുന്ന ഒരു ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഈ മെഡിസിനും ഒഴിവാക്കണമെന്നില്ല കേട്ടോ, കഴിക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും പ്രമേഹ രോഗികളൊക്കെ ഇത് കഴിക്കാതിരിക്കുക, ഇത് ഒഴിവാക്കുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രക്തത്തിൽ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ മാറ്റം വരുത്തും. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഗർഭിണിയായിട്ടിരിക്കുന്നവരും ഇത് കഴിക്കാതിരിക്കുക. അഥവാ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക കേട്ടോ. വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് എടുക്കാനായിട്ട് പ്രത്യേക സമയമൊന്നുമില്ല, നമുക്ക് ഏത് സമയത്തും കഴിക്കാം. പക്ഷേ രാത്രി ഇത് ഒഴിവാക്കാനേ ഞാൻ പറയുള്ളൂ. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമോ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഏതൊരു സമയത്താണെങ്കിലും കഴിക്കാവുന്നതാണ്, പക്ഷേ രാത്രി കഴിക്കാതിരിക്കാം. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ സി കഴിക്കുന്നവർ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കട്ടെ. നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. ഇത് വന്നിട്ട് ചവബിൾ ടാബ്ലറ്റ് ആണ്. മിഠായി കഴിക്കുന്നത് പോലെ വെറുതെ വായിലിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിത് സാധാരണ രാവിലെ കഴിക്കാറ്. ഒരു ദിവസമൊക്കെ സ്കിപ്പായി പോയി, നമ്മൾ മറന്നു പോയെങ്കിൽ കുഴപ്പമില്ല. ഒരു സമയത്ത് കഴിക്കാൻ മറന്നു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു മുമ്പൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഉപയോഗിക്കാതെ എങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഏതാണ്, ഫ്രൂട്ട്സ് ഏതാണ്, അതൊക്കെ എങ്ങനെ കഴിക്കണമെന്നുള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ, അതായത് ഷോർട്സ് എന്നുള്ള രീതിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. നെല്ലിക്കൊക്കെ നല്ലതാണ്, പക്ഷേ ആ നെല്ലിക്ക കഴിക്കാൻ പറയുമ്പോഴേക്കും ഞാൻ പറയുള്ളൂ കഴിക്കുന്ന അനുസരിച്ച്, അതായത് വെള്ളം കുടിക്കുക നല്ലോണം. കാരണം ഇത് നമ്മുടെ മൂത്രത്തിൽ കൂടിയാണ് വൈറ്റമിൻ സി പുറത്തേക്ക് പോകുന്നത്. അതായത് നമ്മുടെ ബോഡി ഇത് പിടിച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ട് ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി 100 mg ആണ്. അപ്പം നമുക്ക് ആവശ്യമായ വൈറ്റമിൻ സി കിട്ടുന്നില്ല നമ്മുടെ ബോഡിക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതുപോലുള്ള ടാബ്ലറ്റ്സ്. ഇത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കും. വൈറ്റനിങ്ങിനല്ല ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. മെയിനായിട്ട് ഞാൻ പറയുകയാണ്, സ്കിൻ വൈറ്റനിങ് അല്ല, ബ്രൈറ്റൻ ആക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ടിഷ്യൂ റിപ്പയർ ചെയ്യും. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ പോലും അളവിൽ കൂടുതലായാൽ നിങ്ങളിത് വേറെ മോശമായ രീതിയിൽ ബാധിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ച് കഴിക്കും. ഓക്കെ.